സ്തെഫാനോസും ഫേസ്തനാസ്തോസും അഖിയാക്കോസും വന്നത് എനിക്ക് സന്തോഷമായി. നിങ്ങളുടെ ഭാഗത്ത് കുറവായിരുന്നത് അവർ നികത്തിയിരിക്കുന്നു. അവർ എൻ്റെ മനസ്സും നിങ്ങളുടെ മനസ്സും തണുപ്പിച്ചുവല്ലോ. ഇങ്ങനെയുള്ളവരെ മാനിച്ചുകൊള്ളുവിൻ. അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർക്ക് ലേഖനം എഴുതുമ്പോൾ അവിടെ മെൻഷൻ ചെയ്തിരിക്കുന്ന 3 വ്യക്തികളെ അവരുടെ ക്യാരക്ടർ ബേസിൽ 1-2 കാര്യങ്ങൾ ഈ 3 വ്യക്തികളുമായി ബന്ധപ്പെട്ട് ഈ രാത്രിയിൽ നമുക്ക് ഒരുമിച്ച് ചിന്തിക്കാമെന്നാണ് ഞാൻ കർത്താവിൽ ശരണപ്പെടുന്നത്. നമുക്ക് ചില വശങ്ങൾ പുറകിലേക്ക് ഇറങ്ങുമ്പോൾ എനിക്ക് തോന്നുന്നത്, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 2005 കാലഘട്ടത്തിൽ കേരളക്കരയിൽ പടർന്നു പിടിച്ച ഒരു മഹാമാരിയായിരുന്നു, ഒരു രോഗമായിരുന്നു ചിക്കൻ ഗുനിയ എന്ന് പറയുന്ന ഒരു രോഗം. നിങ്ങൾ ആർക്കെങ്കിലും അത് വന്നിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഞാൻ ആ രോഗം എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു. അതിന്റെ പരിണിത ഫലം ചില വർഷങ്ങൾ ആ സെയിം സമയത്ത് നമ്മൾ അനുഭവിക്കുകയും പ്രധാനമായി ചെറിയ പനിയും ദേഹനൊമ്പരവും ജോയിൻസിനുള്ള പെയിനൊക്കെയാണ് ചെറിയ ഡിസീസിനുണ്ടായിരുന്നത്. ഒരു മാരകമായ രോഗമല്ലെങ്കിലും ചില നാളുകൾ നമ്മയൊക്കെ കുരുക്കിയ ഒരു രോഗമാണ്. ഈ കാലഘട്ടത്തിൽ നടന്ന ഒരു സംഭവമാണ് ഞാൻ ആമുഖമായി നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്നത്. വാളയാർ ചെക്ക് പോസ്റ്റിൽ നിന്ന് നമ്മുടെ കേരളത്തിലേക്ക് വണ്ടികൾ, തമിഴ്നാട്ടിൽ നിന്ന് വണ്ടികൾ കടന്നു വരുമ്പോൾ വാളയാർ എന്ന് പറയുന്ന സ്ഥലത്ത് അത് ചെക്ക് ചെയ്ത് ആണ് ആ ലോറികൾ നമ്മുടെ നാട്ടിലേക്ക് വരിക. ചിക്കൻ ഗുനിയയുടെ കാലഘട്ടത്തിൽ ഇങ്ങനെ തമിഴ്നാട്ടിൽ നിന്ന് ധാരാളം മുട്ടകളുമായിട്ട് നാഷണൽ പെർമിറ്റ് ലോറികൾ കേരളത്തിലേക്ക് കടന്നു വരുവാൻ ആഗ്രഹിച്ച് വാളയാറിൽ വന്നപ്പോൾ അവർക്ക് ക്ലിയറൻസ് ലഭിക്കാതെ ആ ലോറികൾ ആ ചെക്ക് പോസ്റ്റിൽ തടയുവാനിടയായത്. അങ്ങനെ ചില ദിവസങ്ങളായിട്ട് ലോഡ് അൺലോഡ് ചെയ്യാൻ കഴിയാതെ ഈ ലോറി ഡ്രൈവർമാരും അതിന്റെ ഉടമകളുമൊക്കെ ചില നാളുകളായി വാളയാറിൽ കുടുങ്ങിക്കിടന്നതിന് അവസാനം ഒരു തീരുമാനമെടുത്തു. തിരികെ പോകുന്നതിന് മുമ്പായിട്ട് ഈ മുട്ടകളൊക്കെ വാളയാറിന്റെ പ്രാന്തപ്രദേശങ്ങളിൽ ഉപേക്ഷിച്ചിട്ട് മടങ്ങുവാൻ അവർ തീരുമാനിച്ചു. നിങ്ങളെ വാളയാർക്ക് പോയിട്ടുള്ളവർക്കറിയാം, ഏക്കർ കണക്കിന് സ്ഥലം അവിടെ തരിശു ഭൂമിയായിട്ട് കിടക്കുന്നുണ്ട്. വീടുകളൊന്നുമില്ല, കാടാണ്, വളരെ വലിയ കാടുകളായിട്ട് ഇങ്ങനെ തരിശു ഭൂമിയായി കിടക്കുന്ന സ്ഥലമുണ്ട്. ഈ ലോറികളിൽ കൊണ്ടുവന്ന മുട്ടകളെല്ലാം ഇവരെന്ത് ചെയ്തു? ഇവരെല്ലാവരും ചേർന്ന് ഓരോ ലോറിയിലെ മുട്ടകൾ വാളയാറിന്റെ കാട് നിറഞ്ഞ മണ്ണിലേക്ക് വലിച്ചെറിഞ്ഞിട്ട് ഇവര് ലോറിയുമായി തിരികെ അവരുടെ നാട്ടിലേക്ക് പോയി. ഈ മുട്ടകൾ എറിഞ്ഞ് അവരവരുടെ വീട്ടിലേക്ക് പോയി. എന്നാൽ ചില ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ, ഏകദേശം ഒരു 4-5 ദിവസം കഴിഞ്ഞപ്പോൾ, മലയാള മനോരമ പത്രത്തിന്റെ ഫ്രണ്ട് പേജിൽ ഒരു ഫോട്ടോ സഹിതം കടന്നു വന്ന ഒരു ന്യൂസ് എന്നെ ഒരുപാട് ചിന്തിപ്പിക്കുവാനിടയായിട്ട്. വാളയാറിന്റെ പ്രാന്തപ്രദേശങ്ങളിൽ നിറയെ കോഴിക്കുഞ്ഞുങ്ങൾ, മുട്ട വിരിഞ്ഞ് ധാരാളം കോഴിക്കുഞ്ഞുങ്ങൾ ചിലച്ചുകൊണ്ട് പറന്നു നടക്കുന്ന, ഓടി നടക്കുന്ന ഒരു കാഴ്ച മലയാള മനോരമ പത്രത്തിൽ ഫ്രണ്ട് പേജിൽ ഫോട്ടോ അടിച്ചു വന്നത് ഞാൻ ഓർക്കുന്നുണ്ട്. ഇന്ന് രാത്രിയിൽ ഈ ഡിവൈസിൽ വ്യത്യസ്തമായ മുറികളിൽ, വ്യത്യസ്തമായ സാഹചര്യങ്ങളിൽ, വ്യത്യസ്തമാകുന്ന ജീവിതാനുഭവങ്ങളുമായി ഈ ചിരിച്ചുകൊണ്ട് ഈ രാത്രിയിലെ കൺവെൻഷനിൽ സ്വോത്രം പറഞ്ഞും പ്രാർത്ഥിച്ചും പാട്ടും പാടിയിരിക്കുന്ന എന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ബഹുമാനപ്പെട്ട ദൈവജനത്തോട് ഇന്ന് രാത്രി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിൽ ആശ്രയിച്ച് ഞാൻ ഇങ്ങനെ പറയട്ടെ. മുട്ട വലിച്ചെറിഞ്ഞവരുടെ ചിന്താഗതിയിൽ 1, 2, 3 ദിവസങ്ങൾ കഴിയുമ്പോൾ, അല്ലെങ്കിൽ 2 ആഴ്ച കഴിയുമ്പോൾ ആ മുട്ടയെല്ലാം അവിടെ തകർന്ന് ദ്രവിച്ച് അഴുകി ഇല്ലാതെയാകുമെന്ന് കരുതിയെങ്കിൽ, പ്രൈസ് ദി ലോർഡ്, അവരുടെ ചിന്താഗതികളെ തെറ്റിച്ചുകൊണ്ട് അവരുടെ മനോമുഖരത്തിൽ വിരിയാത്തൊരു ചിന്ത
ഒരു പദ്ധതി സ്വർഗം ചെയ്തു. ആ കോഴി, ആ മുട്ടകളൊക്കെ വിരിഞ്ഞ് അതിൽ നിന്ന് ജീവനുള്ള കോഴിക്കുഞ്ഞുങ്ങൾ പുറത്തു വരുവാനിടയായി തീർന്നു. ഇന്ന് രാത്രിയിൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് ഞാൻ പറയട്ടെ, വിശുദ്ധാത്മാവെന്നെ ഇങ്ങനെ പറയുവാൻ ആഗ്രഹിക്കുന്നു. നിന്നെ കുറിച്ച് സർവശക്തനായ ദൈവം ഒരു തീരുമാനം എഴുതി വെച്ചിട്ടുണ്ട്. ദൈവത്തിന്റെ കരതലത്തിനകത്ത് നിന്നെ കുറിച്ച് എഴുതി വെച്ചതിന്റെ അപ്പുറത്ത് കയറ്റി ലോകത്തിലെ ഒരു ശക്തിക്കും എഴുതാൻ കഴിയത്തില്ല. നിന്നെ തകർക്കുവാൻ മാത്രം ആര് വലിച്ചെറിഞ്ഞാലും നിന്നെ അവിടെ നിന്ന് ജീവനോടെ പുറത്തു കൊണ്ടുവരുന്ന ഒരു സ്വർഗമുണ്ട്. ആ ദൈവത്തെയാണ് ഇന്ന് രാത്രി ഞാൻ ഇവിടെ ഉയർത്തുന്നത്. പ്രൈസ് ദി ലോർഡ്. നീ തകർന്നു പോകുവാൻ എറിഞ്ഞതാണെങ്കിൽ, ഉടഞ്ഞു പോകുവാൻ എറിഞ്ഞതാണെങ്കിൽ, തകരട്ടെ, ഇല്ലാതെയായി പോകട്ടെ എന്ന് വിചാരിച്ചാണ് ഉപേക്ഷിച്ചതെങ്കിൽ, ഇത് രാത്രി സ്വർഗത്തിന് ഭൂമിക്കും നാഥനായ അധികാരം പ്രാപിച്ച നസ്രായന്റെ നാമത്തിൽ ഞാൻ അതിശക്തമായി പറയുന്നു, അല്ലല്ല, നീ അങ്ങനെ ഈ മരുഭൂമിയിൽ ഉടഞ്ഞു പോകുവാനുള്ളവനല്ല, നീ അങ്ങനെ തകർന്നു പോകുവാനുള്ളവനല്ല. നിന്നിലൂടെ ഒരു പുതിയ ജീവൻ പുറത്തു വരുവാനുണ്ട്. ഹല്ലേലൂയ. ചില നിയോഗം പ്രാപിച്ച ദൈവദാസിദാസന്മാര് രാത്രിയിൽ വചനം ശ്രദ്ധിക്കുമ്പോൾ വളരെ ആധികാരികമായി ഞാൻ ഉറപ്പോടെ പറയുന്നു, നിങ്ങളിലൂടെ ചിലരെ പുറത്തു കൊണ്ടുവരുവാനുണ്ട്. നിങ്ങളിലൂടെ ചിലർ സുവിശേഷം കേൾക്കുവാനുണ്ട്. നിങ്ങളിലൂടെ ചിലർ അഭിഷേകം പ്രാപിക്കുവാനുണ്ട്. നിങ്ങളിലൂടെ ചിലർ കർത്താവിനെ കണ്ടെത്തുവാനുണ്ട്. നിന്നെ എറിഞ്ഞത് തകർത്ത് കളയാനാണെങ്കിൽ ആ പ്രഭാതത്തിന്റെ എല്ലാ പ്രതീക്ഷകളെയും തെറ്റിച്ചുകൊണ്ട് ജീവനുള്ള മുട്ടയ്ക്കകത്തു നിന്ന് ജീവനുള്ള കോഴിക്കുഞ്ഞുകൾ പുറത്തു വരുവാനിടയായി തീർന്നു. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, പ്രകൃതിക്ക് ഒരു നിയമമുണ്ട്. നമുക്കറിയാം, ഏകദേശം 21 ദിവസം ഒരു കോഴിയുടെ അടിയിൽ പൊരുന്ന വെക്കുന്ന മുട്ട മാത്രമേ വിരിയാറുള്ളൂ. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ എത്ര സൂക്ഷ്മതയോടെ വെച്ചാലും അതിൽ 5-6 ചീമൊട്ടയായി പോകുന്ന കാലഘട്ടത്തിൽ നോക്കിക്കേ, പ്രകൃതിയുടെ സകല നിയമത്തെയും തെറ്റിച്ചുകൊണ്ട് ഒരാരുടെയും സഹായവും സപ്പോർട്ടും ഇല്ലാതെ വെറും പറമ്പിൽ എറിയപ്പെട്ട ഉപേക്ഷിക്കപ്പെട്ട ആയിരക്കണക്കിന് മുട്ട സൂര്യതാപമേറ്റപ്പോൾ അതിനകത്തെ ജീനുക്കൾക്ക് ജീവൻ പിടിച്ചിട്ട്, അതിനകത്തെ രക്തധമനികൾക്കകത്തേക്ക് ജീവൻ പ്രവഹിച്ചിട്ട്, അതിനകത്തെ കോശങ്ങൾ വികസിച്ചിട്ട് ഒരു പരസഹായം കൂടാതെ വെറും പറമ്പിൽ ജീവൻ എഴുന്നേറ്റെങ്കിൽ, ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നിന്റെ ജീവിതത്തിനു നേരെ, നിന്റെ വിശ്വാസത്തിനു നേരെ സർവശക്തൻ ഇന്ന് രാത്രിയിലും പ്രവർത്തിക്കുവാൻ മതിയായ ദൈവമാണ്. പ്രൈസ് ദി ലോർഡ്. ഏത് സാഹചര്യമാണെന്ന് നീ വിചാരിക്കണ്ട, എവിടെയാണെന്ന് നീ കരുതണ്ട, ഇത്രേ പറ്റുള്ളൂ എന്ന് നീ വിചാരിക്കണ്ട. ഇന്ന് രാത്രി സർവശക്തനായ ദൈവം പറയുന്നു, അല്ലല്ല, അവിടെയും ജീവൻ ഉൽപ്പാദിപ്പിക്കുവാൻ, പുതിയതൊന്ന് ചെയ്യുവാൻ ദൈവത്തിന് കഴിയും. അതാണ് എന്റെ ദൈവത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. ഞാൻ ആ വാർത്ത കണ്ടിട്ട് വളരെ സന്തോഷിക്കുവാനിടയായി തീർന്നു. അവിടെ അവർ അടിക്കുറിപ്പായിട്ട് കൊടുത്തതിനകത്തൊരു കാര്യം കൂടി ഉണ്ട്. ആയിരക്കണക്കിന് പരുന്തുകൾ, കാക്കകളുമൊക്കെ ആ കോഴിക്കുഞ്ഞുങ്ങളെ റാഞ്ചുവാൻ വട്ടമിട്ട് പറക്കുമ്പോൾ അവർ അടിക്കുറിപ്പായിട്ട് കൊടുത്തിരിക്കുകയാണ്, പുറത്തു കളഞ്ഞതിനകത്തു നിന്ന് ജീവന്റെ തുടിപ്പുകൾ. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി ഞാൻ ഉറപ്പോടെ പറയുന്നു, ചില വ്യക്തികൾ ഇന്ന് രാത്രി ഈ ഡിവൈസിന് മുമ്പിൽ ഇരിക്കുന്നവരെ നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടല്ലോ, കർത്താവ് നിങ്ങളെ പുറത്തു കൊണ്ടുവരുവാൻ പോകുകയാ. എവിടെ ആര് നിങ്ങളെ ഉപേക്ഷിച്ചാലും, ആര് നിങ്ങളെ തള്ളിക്കളഞ്ഞാലും പുറത്തു കൊണ്ടുവരുവാൻ കഴിവുള്ള ഒരു ദൈവമാണ് എന്റെ ദൈവം. ഇന്ന് രാത്രി ഞാനത് വിശ്വസിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ നമുക്കൊന്ന് വിശ്വസിക്കാം. അപ്പോസ്തലൻ പൗലോസ് പറയുന്നു, എനിക്ക് വേണ്ടി ചിലതിനെ ഞാൻ വേർതിരിച്ചു വെച്ചിട്ടുണ്ട്. അല്ല, അനേകായിരങ്ങളുടെ പേര് എഴുതാതെ വിട്ടുകളഞ്ഞപ്പോൾ 3 പേരുടെ പേരുകൾ 1 കൊരിന്ത്യർ ലേഖനത്തിൽ 15-ാം അധ്യായത്തിൽ പൗലോസ് മറന്നു പോകാതെ എഴുതി. കാരണം അവർക്ക് ചില ക്വാളിറ്റീസ് ഉണ്ടായിരുന്നു, അവർക്ക് ചില ഗുണങ്ങൾ ഉണ്ടായിരുന്നു, അവരെ വ്യത്യസ്തനാക്കുന്ന ചില അഭിപ്രായങ്ങൾ അവരുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. അതാണ് പൗലോസ് അവരുടെ പേരുകൾ എഴുതാനിടയായി തീർന്നത്. ഈ വേദഭാഗം കൊരിന്ത്യർ ലേഖനം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്, ഗ്രീസ് എന്ന് പറയുന്ന രാജ്യത്തിന്റെ പട്ടണത്തിന്റെ വടക്കേ പ്രവിശ്യയിൽ ഉള്ള 3 പട്ടണങ്ങളുണ്ട്. അത് മാസിഡോണിയ, ഫിലിപ്പിയ, തെസ്സലോനിക്ക. ഇത് 3ഉം വടക്കേ പ്രവിശ്യയിലുള്ള പട്ടണങ്ങളാണ്. എന്നാൽ തെക്കേ പ്രവിശ്യയിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത് അഖായ, കൊരിന്ത്, അഥേന, ഇത് 3 പട്ടണമാണ് തെക്കേ പ്രവിശ്യയിലുള്ളത്. വടക്കേ പ്രവിശ്യയിലെ 3 പട്ടണങ്ങൾ, തെക്കേ പ്രവിശ്യയിലെ 3 പട്ടണങ്ങളാണ് അഖായ, കൊരിന്ത്, അഥേന. അപ്പോൾ ഈ അഥേനയുടെ തലസ്ഥാനമാണ് കൊരിന്ത് എന്ന് പറയുന്നത്. കൊരിന്ത് പട്ടണത്തെ കുറിച്ച് വളരെ
നമുക്ക് ധാരാളമായ അറിവുണ്ട്. കാരണം കൊരിന്ത് എന്ന് പറയുന്ന ഒരു അധാർമികതയുടെ ഒരു പട്ടണമായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നുണ്ട്. 6 മൈൽ കടലിടുക്കാകുന്ന ഒരു ഭൂപ്രദേശമാണ് കൊരിന്ത് എന്ന് പറയുന്ന ഈ പട്ടണം. അതേക്കുറിച്ച് വലിയ വിശദീകരണത്തിലേക്ക് പോകുന്നില്ല. എന്നാൽ പ്രധാനമായ ചില കാര്യങ്ങൾ കൊരിന്തിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ട, അവിടുത്തെ ആരാധനമൂർത്തികളെ കുറിച്ച് വിശുദ്ധ വേദപുസ്തകം പഠിക്കുമ്പോൾ, ചരിത്രത്തിലേക്ക് ഇറങ്ങി വരുമ്പോൾ നമുക്ക് ധാരാളമായിട്ട് കാണാൻ കഴിയുന്നുണ്ട്. മിനർവയും വിനിസിനെ പോലെയുള്ള ഈ ദേവതമാർക്ക് വലിയ ടെമ്പിളുകൾ, വലിയ ക്ഷേത്രങ്ങൾ പണിത് ആരാധനകൾ നടത്തുക അവിടുത്തെ ഒരു പതിവായിരുന്നു. അതിനുവേണ്ടി ധാരാളം ആളുകൾ കൊരിന്തിലേക്ക് ദിനം പ്രതി വന്നു പോകുന്നത് ഒരു പതിവായിരുന്നു. ഒപ്പം തന്നെ ഡയാന, അപ്പോളസ്, ജൂപ്പിറ്റർ ഇവരെ പോലെയുള്ള ദേവതമാരുടെയും വലിയ ക്ഷേത്രങ്ങൾ ഉണ്ടായിരുന്നു. വിനിസിന് ഒരു വലിയ ക്ഷേത്രം കൊരിന്തിലുണ്ടായിരുന്നു. അവിടെ ആയിരക്കണക്കിന് ദേവദാസിമാരുണ്ടായിരുന്നു. ദേവദാസിമാര് സമ്പ്രദായമൊക്കെ എങ്ങനെയാണ് കൊരിന്തിൽ വന്നതെന്നും അവരെ എങ്ങനെയാണ് അവിടെ പാർപ്പിക്കുന്നതെന്നുമൊക്കെ ഞാൻ ഇപ്പോൾ വിശദീകരിക്കുവാൻ ആഗ്രഹിക്കുന്നില്ല. എന്നാൽ ഒരു കാര്യം ഞാൻ പറയാം. ദേവപ്രീതിക്ക് വേണ്ടി സ്വന്തം പെൺമക്കളെ പ്രായപൂർത്തിയാകുന്നതിന് മുമ്പ് ക്ഷേത്രങ്ങളിലേക്ക് സമർപ്പിച്ച് ക്ഷേത്രാചാരങ്ങൾക്കും അവിടുത്തെ ക്രിയകൾക്കും വേണ്ടി അവരെ സമർപ്പിച്ചു കൊടുക്കുന്ന മാതാപിതാക്കൾ. എന്തിനു വേണ്ടിയാണ്? മോക്ഷം പ്രാപിക്കുവാൻ, നന്മയുണ്ടാകുവാൻ, ഐശ്വര്യമുണ്ടാകുവാൻ. ഇങ്ങനെ കൊടുത്ത് ആ സ്ത്രീകൾ, ആ പെൺകുട്ടികൾ അവിടെ വളർന്ന് അവിടുത്തെ ദേവദാസികളായി അവിടെ മാറുകയാണ്. അവരിലേക്ക് ആകർഷിക്കുവാൻ എന്ന് പറഞ്ഞാൽ വിദേശികളെ കൊരിന്ത് പട്ടണത്തിലേക്ക് ആകർഷിക്കുവാൻ ഈ ക്ഷേത്രങ്ങളും ഇവരോടനുബന്ധമായ പല കാര്യങ്ങളും അവിടെ ഉപകാരപ്രദമായി തീർന്നതിന്റെ ഗുണം കൊണ്ട് ഇപ്രകാരമുള്ള അധാർമികമാകുന്ന പ്രവൃത്തിയിലൂടെ ഇവരെന്ത് ചെയ്തു? ധനം സമ്പാദിച്ചു, ആഡംബരമായ ജീവിതം നടത്തി, അശുദ്ധി ഊട്ടി വളർത്തി. അങ്ങനെ കൊരിന്ത് ഒരു സോദോമായി വളർന്നു. ഇവിടെയാണ് അപ്പോസ്തലനായ പൗലോസ് ഒരു സഭ സ്ഥാപിക്കുവാനിടയായി തീർന്നത്. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഞാൻ മുമ്പ് പറഞ്ഞ അതേ ആമുഖഭേദഭാഗത്തോട് ചേർത്ത് ഈ വാക്കുകൂടെ പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഒരിക്കലും സാധിക്കത്തില്ലെന്ന് പിശാച് വിധി എഴുതിയ ചില ഇടങ്ങളിൽ സ്വർഗത്തിലെ ദൈവം നമ്മളിലൂടെ ചിലത് ചെയ്യുവാൻ നാം തയ്യാറാണെങ്കിൽ ദൈവം അത് ചെയ്യും. ബില്ലി ഗ്രഹാമിന്റെ വളരെ പ്രശസ്തമായ ഒരു കൊട്ടേഷൻ ഉണ്ട്. അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്: നിന്നെ കൊണ്ട് മാത്രം ചെയ്തു തീർക്കുവാൻ ദൈവത്തിന് ചിലത് നിശ്ചയിച്ചു വെച്ചിട്ടുണ്ട്. നിന്നെ കൊണ്ട് മാത്രം ചിലത് ചെയ്യുവാൻ ദൈവം നിശ്ചയിച്ചു വെച്ചിട്ടുണ്ട്. അതിന് വേറെ ആരെയും തെരഞ്ഞെടുക്കത്തില്ല. ദേവദാസൻ പ്രിയ ഷാജി പാസ്റ്റർ ഇവിടെ എന്നെ കേൾക്കുന്നുണ്ടല്ലോ. അഭിഷേക് ദേവദാസനുടെ അദ്ദേഹത്തിന്റെ നിയോഗമാണ്. അദ്ദേഹത്തിലൂടെ മാത്രം ഈ കാര്യങ്ങൾ ചെയ്യുവാന് കർത്താവ് നിയോഗിച്ചു വെച്ചിട്ടുണ്ട്. അങ്ങനെ കേൾക്കുന്ന പരലിലൂടെയും നിങ്ങളെ കൊണ്ട് മാത്രം ചെയ്യുവാൻ കഴിയുന്ന ചിലതുണ്ട്. അതാണ് കൊരിന്ത് പട്ടണത്തിൽ പൗലോസ് അപ്പോസ്തലനിലൂടെ നടക്കുവാനിടയായി തീർന്നത്. രാത്രി നാം ഒന്ന് വിശ്വസിച്ചേ, എന്നിലൂടെ നിങ്ങളിലൂടെ ചിലത് ചെയ്യുവാൻ കർത്താവിന് ഇനിയും ബാക്കിയുണ്ട്. അതിനു വേണ്ടിയാണ് ദൈവം നമ്മളെ വേർതിരിച്ചിരിക്കുന്നെങ്കിൽ ഇന്ന് രാത്രി നാം ഉറപ്പോടെ ഒന്ന് വിശ്വസിക്കണം, നമ്മളിലൂടെ ദൈവം ചിലത് ചെയ്യുവാൻ ശക്തനായ ദൈവമാണ്. ഈ കഴിഞ്ഞ ജൂൺ മാസത്തിൽ, അല്ലെങ്കിൽ നമ്മുടെ സ്കൂൾ ആരംഭിച്ച 2025, 2026 കാലഘട്ടത്തിലെ ജൂൺ മാസത്തിലെ അധ്യയന വർഷം ആരംഭിച്ചപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ചില ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളിൽ അവര് കൊടുത്തിരുന്ന ഒരു അഡ്വർടൈസ്മെന്റ് ഉണ്ട്. വളരെ ചിന്തനീയമായ, വളരെ എഫക്റ്റീവായ ഒരു വാക്ക്, ഒരു കൊട്ടേഷൻ, ഒരു വാക്ക് ഞാൻ അവരുടെ ബാനറിൽ നിന്ന് കാണുവാനിടയിൽ തീർന്നു. സ്കൂളുകളുടെ മുമ്പിൽ ഇങ്ങനെ ഒരു ബാനറിൽ പുതിയ വിദ്യാർത്ഥികൾക്ക് സ്വാഗതം എഴുതി വച്ചിരിക്കുന്ന ബാനറിന് ചേർത്ത് അവരിങ്ങനെ ഒരു വാക്കുകൂടെ എഴുതി, അങ്ങനെ എഴുതി വെച്ചിരിക്കുകയാണ്: കേറി വാടാ മക്കളെ. അപ്പോ ഈ ന്യൂജൻ ആളുകൾക്ക്, പുതിയ തലമുറയ്ക്ക് അത് ഈ വാക്കൊക്കെ വളരെ പെട്ടെന്ന് അവർക്ക് മനസ്സിലാകും. അവരത് എപ്പോഴും ഉൾക്കൊള്ളുന്നവരും എപ്പോഴും പറയുകയും ചെയ്യുന്നവരാണ്. എന്താണ്? കേറി വാടാ മക്കളെ. അത് സ്കൂളിലേക്ക് ഒരു അഡ്വർടൈസ്മെന്റ് അവർ എഴുതിയത് ഒരു നല്ലൊരു ചിന്തയാണ്. പക്ഷെ അത് ഒന്നുകൂടെ ഞാൻ ഇരുത്തി വായിച്ചപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി. നിന്റെ പേര് മാറണമെങ്കിൽ, നിന്റെ സ്ഥാനം മാറണമെങ്കിൽ, നിന്റെ സ്ഥിതി മാറണമെങ്കിൽ, നിന്റെ സാഹചര്യം മാറണമെങ്കിൽ നീ കയറി വരണം. 2 കാര്യങ്ങൾ ഞാനിതിൽ പറയാം. വിദ്യാഭ്യാസം നമ്മുടെ ഭാരതത്തിന്, നമ്മുടെ കേരളത്തിന്
ഒക്കെ നൽകിയ മിഷണറിമാര് സുവിശേഷവുമായി ഇവിടെ വന്നതിന്റെ വലിയ വെളിച്ചമാണ് നാം അനുഭവിക്കുന്ന ഈ വിദ്യാഭ്യാസം. ഓക്കെ, അത് ഞാൻ അവിടെ വിടുന്നു. പക്ഷെ ഒരു കാര്യം ഞാൻ പറയട്ടെ, ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, കേറി വാടാ മക്കളെ എന്ന് ഇന്ന് രാത്രി കർത്താവ് നമ്മളെ വിളിക്കുകയാ. എന്തിനാ? നിന്റെ പേരവൻ മാറ്റാൻ ശക്തനായ ദൈവമാ. ഇപ്പോഴത്തെ നിന്റെ സ്ഥിതി അവൻ മാറ്റാൻ അവൻ ശക്തനായ ദൈവമാ. നിന്റെ സ്ഥാനം മാറ്റാൻ അവൻ ശക്തനായ ദൈവമാ. നിന്റെ സ്ഥിതിയും നിന്റെ സാഹചര്യവും മാറണമെങ്കിൽ നീ കർത്താവിന്റെ സന്നിധിയിലേക്കൊന്ന് കയറി നിൽക്കണം. പരിശുദ്ധാത്മാവ് നമ്മളെ ഓർപ്പിക്കുക, മകനെ നീ ഒന്ന് കയറി വന്നേ, നീ ആരാധനയുടെ മടുവിലേക്ക്, ശുശ്രൂഷയിലേക്ക്, ദൈവം നിന്നെ ഏൽപ്പിച്ച നിയോഗത്തിലേക്ക് ഒന്ന് കയറി നിൽക്കുക. ദൈവം നിന്റെ സ്ഥിതി മാറ്റാൻ ശക്തനായ ദൈവമാ. ദൈവം നിന്റെ പേര് മാറ്റാൻ ശക്തനായ ദൈവമാ. ദൈവം നിന്റെ സാഹചര്യം മാറ്റാൻ ശക്തനായ ദൈവമാ. വിദ്യാഭ്യാസം നമുക്ക് നൽകിയ മാറ്റങ്ങൾ വളരെ വലുതാണെങ്കിൽ ഇന്ന് രാത്രി കർത്താവിനെ കണ്ടെത്തുന്ന, ദൈവമുഖത്തേക്ക് നോക്കുന്ന ഓരോ ദൈവ പൈതലിന്റെയും സ്ഥിതി മാറ്റുവാൻ കർത്താവ് ായ ദൈവമാണ്. അതുകൊണ്ട് ഇന്ന് രാത്രിയിൽ വിശ്വാസത്തോടുകൂടെ നമുക്ക് നമ്മുടെ കർത്താവിനെ ഉയർത്താം. കർത്താവ് ഈ 2026 ആരംഭ മാസത്തിൽ ഞങ്ങൾ ഒരുമിച്ച് ഈ ഓൺലൈൻ കൺവെൻഷനിൽ ദൈവത്തെ ഉയർത്തുമ്പോൾ ഞങ്ങളുടെ സ്ഥിതി, ഈ വർഷം ഞങ്ങളുടെ പേര്, ഞങ്ങളുടെ സ്ഥാനം, ഞങ്ങളുടെ സാഹചര്യങ്ങളെ ഒക്കെ മാറ്റുവാൻ കഴിവുള്ള ഒരു ദൈവമാണ് ഞങ്ങളുടെ ദൈവമെന്ന് ഞങ്ങൾ ആത്മാവിൽ വിശ്വസിക്കുന്നു. അത് ഞങ്ങൾ പ്രഖ്യാപിക്കുകയാണ്. അതുകൊണ്ട് ഇന്ന് രാത്രി നമുക്ക് ഉറപ്പോടെ വിശ്വസിക്കാം, ദൈവം നമ്മുടെ സ്ഥിതി മാറ്റുന്ന ദൈവമാണ്. 16-ാം അധ്യായം, കൊരിന്ത്യർ ലേഖനം ഒന്നാം പുസ്തകത്തിന്റെ 16-ാം അധ്യായത്തിൽ പൗലോസ് ഇങ്ങനെ ഒരു പദം രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. എനിക്ക് വലിയ സന്തോഷം തോന്നിയ ഒരു പദമാണ് അവിടെ രേഖപ്പെടുത്തി വെച്ചിരുന്നു. വിശുദ്ധന്മാർക്ക് വേണ്ടിയുള്ള ധർമ്മശേഖരത്തിന്റെ കാര്യത്തിലോ ഞാൻ ഗലാത്യ സഭയോട് ആജ്ഞാപിച്ചതുപോലെ നിങ്ങളും ചെയ്യുവീൻ. ഇവിടെ 16-ാം അധ്യായം വായിച്ചു തുടങ്ങുമ്പോൾ എഴുതി വച്ചിരിക്കുന്ന ഒരു പേരുണ്ട്, വിശുദ്ധന്മാർ. ആരെയാണ് പൗലോസ് ഇവിടെ വിശുദ്ധന്മാര് എന്ന വാക്കുകൊണ്ട് സംബോധന ചെയ്യുന്നത്? നമ്മൾ നോക്കുമ്പോൾ ഈ ആനുകാലികമാകുന്ന കാലഘട്ടത്തിൽ ഈ വാക്യത്തെ എങ്ങനെ വ്യാഖ്യാനിക്കാൻ നമുക്ക് കഴിയും? നമുക്കറിയാം, നമ്മളെ ഇവിടെ ഓൺലൈനിൽ ഇരിക്കുന്ന പല പ്രിയപ്പെട്ടവരും കേരളത്തിന്റെ വിവിധ ഇടങ്ങളിൽ, ഭാരതത്തിന്റെ വിവിധ സംസ്ഥാനങ്ങളിൽ കർത്താവിന്റെ വേലയുമായി പോകുന്നവരാണ്. പല വ്യക്തികളെ കാണുന്നവരാണ്. പ്രത്യേകിച്ച് പ്രിയ ഷാജി പാസ്റ്ററൊക്കെ പലരുമായി ദിനം പ്രതി കാണുകയും സംസാരിക്കുകയും സഹകരിക്കുകയും ചെയ്യുന്നവരാണ്. നമുക്കറിയാവുന്ന ഒരു കാര്യമുണ്ട്, വിശുദ്ധന്മാര് അല്ലെങ്കിൽ ആ ഗണത്തിൽ പെടുന്നവരെ നമ്മൾ എങ്ങനെയും ഒരു പരിധി വരെ നമ്മുടെ സമൂഹം അവരുടെ സ്റ്റാറ്റസ് നോക്കി മാത്രമേ അംഗീകരിക്കുകയുള്ളൂ. പക്ഷെ എന്നെ ചിന്തിപ്പിച്ച ഒരു കാര്യം, പൗലോസ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്ന വിശുദ്ധൻ എന്ന പദം അത് ആരെക്കുറിച്ചാണ് എന്ന് പഠിച്ചപ്പോൾ സത്യത്തിൽ എനിക്ക് ആവേശം തോന്നി. കാരണം പൗലോസ് ഇവിടെ 16-ാം അധ്യായത്തിന്റെ ആരംഭ വാക്യത്തിൽ വിശുദ്ധന്മാർക്ക് എന്ന് എഴുതിയിരിക്കുന്നത് യഹൂദ വിശ്വാസികൾ എന്ന് പറഞ്ഞാൽ യെരുശലേമിൽ രക്ഷിക്കപ്പെട്ട വിശ്വാസികളെ, ഒന്നുകൂടെ പറഞ്ഞാൽ കർത്താവിനെ രക്ഷിതാവും കർത്താവുമായി അംഗീകരിച്ച് വീട് വിട്ട് പുറത്തിറങ്ങേണ്ടി വന്ന സാധാരണപ്പെട്ട ദരിദ്ര വിശ്വാസികളെയാണ് പൗലോസ് വിശുദ്ധന്മാരെ എന്ന് വിളിച്ചിരിക്കുന്നത്. റോമാലേഖനം 15-ാം അധ്യായത്തിൽ 26-ാം വാക്യത്തിൽ പൗലോസ് പറയുന്നൊരു കാര്യമുണ്ട്, യെരുശലേമിലെ വിശുദ്ധന്മാരിൽ ദരിദ്രരായവർക്ക് ഏതാനും ധർമ്മോപകാരം ചെയ്യുവാൻ മക്കദോനിയിലും അഖയിലും ഉള്ളവർക്ക് ഇഷ്ടം തോന്നി. എങ്ങനെയാണ് ഇസ്രായേലിലെ യെരുശലേമിലെ വിശ്വാസികൾ ദരിദ്രരായി തീർന്നത്? ഒറ്റ കാര്യം മാത്രം ഞാനത് പറയാം. എങ്ങനെയാണ് ക്രിസ്തുവിനെ കണ്ടെത്തിയവർ ദാരിദ്ര്യത്തിലേക്ക് പോയത്? ന്യായപ്രമാണത്തിന്റെ എല്ലാ നൂലിഴകളെയും അറുത്തുമാറ്റിക്കൊണ്ട് ഏകരക്ഷിതാവും കർത്താവുമായി യേശുവിനെ രക്ഷകനും കർത്താവുമായി ജീവിതം കൊണ്ട് അംഗീകരിച്ച് പുറത്തിറങ്ങിയ യഹൂദ ക്രിസ്ത്യാനികൾ ചില ദിവസങ്ങൾ, ചില വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ദാരിദ്ര്യത്തിന്റെ പടുകുഴിയിലേക്ക് വീണുപോയാൻ കാരണമുണ്ട്. വേദപുസ്തക ചരിത്രത്തിൽ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു,
ഒന്ന്, സന്ദർശകരുടെ പ്രവാഹം. യെരുശലേമിലെ സന്ദർശിക്കുവാൻ ദിനംപ്രതി ആളുകൾ കടന്നു വന്നപ്പോൾ അവരുടെ സ്വത്തുവകകളൊക്കെ അവർക്ക് വേണ്ടി വിനിയോഗിച്ചത് നിമിത്തം അവരുടെ സമ്പാദ്യത്തിനകത്ത് ഒരുപാട് വീഴ്ചകൾ സംഭവിച്ചു. മാത്രമല്ല, യഹൂദന്മാരുള്ള പീഡനങ്ങൾ എന്തായിരുന്നു? ക്രിസ്ത്യാനി ആദിമസഭയിൽ അനുഭവിച്ച പീഡനങ്ങൾ നാം പലതും ചരിത്രങ്ങളിൽ നമുക്കറിയാം. പക്ഷെ അതിലൊക്കെ നാം അറിയാത്ത ചില കാര്യങ്ങളുണ്ട്. ക്രിസ്ത്യാനി അനുഭവിച്ച, അല്ലെങ്കിൽ ദൈവത്തെ കർത്താവിനെ രക്ഷിതാവും കർത്താവുമായി അംഗീകരിച്ച സാധാരണപ്പെട്ടവർ അനുഭവിച്ച പീഡനങ്ങളിൽ ചിലത് ഞാൻ പറയാം. ഒന്ന്, അവരുടെ തൊഴിലിടങ്ങൾ അവർ ബാൻ ചെയ്തു. മനസ്സിലായോ? സാധാരണമായി ഏതെങ്കിലും തൊഴിൽ ചെയ്ത് ജീവിച്ച ഒരാളാണ് കർത്താവിനെ രക്ഷിതാവായി അംഗീകരിച്ചതെങ്കിൽ ആ വ്യക്തിയുടെ തൊഴില് അവിടെ നഷ്ടമാകുക. വീട് നഷ്ടപ്പെട്ടു. അവർക്ക് ലഭിക്കേണ്ട ഭൗതിക നന്മകൾ, ഒന്നുകൂടെ പറഞ്ഞാൽ സ്വത്തിന്റെ ഭാഗങ്ങൾ അവർക്ക് ലഭിക്കേണ്ടത് വീട്ടുകാരിൽ നിന്ന് കിട്ടാതെ വന്നു. തെരുവോരങ്ങളിൽ ഇറങ്ങേണ്ടി വന്നു. ഒറ്റപ്പെടേണ്ടി വന്നു. കഷ്ടതയുടെ തീച്ചൂളയിലേക്ക് അവർ വീണുപോയി. അങ്ങനെ തകർന്നു പോയവരെ, നശിച്ചു പോകുമെന്ന് തോന്നിപ്പോയവരെ പൗലോസ് വിളിക്കുകയാ വിശുദ്ധന്മാര്. രാത്രി എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മുടെ വിളിയും തെരഞ്ഞെടുപ്പും സർവശക്തനായ കർത്താവിന് നമ്മെ ബോധിച്ചത് കൊണ്ടാണ്. പുതിയ നിയമത്തിൽ സുവിശേഷങ്ങളെ ഇങ്ങനെ രേഖപ്പെടുത്തിയിട്ടുണ്ട്: കർത്താവ് തനിക്ക് ബോധിച്ചവരെ വിളിച്ചു. രാത്രി വളരെ ചുരുങ്ങിയ പ്രിയപ്പെട്ടവരാണ് ഈ മാധ്യമത്തിന് മുമ്പിൽ ഇരിക്കുന്നത്. നിങ്ങൾ വചനം ശ്രദ്ധിക്കുന്നു, നിങ്ങൾ കരമുയർത്തി കർത്താവിനെ സ്തുതിക്കുന്നു, നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷെ ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, കർത്താവിന് നിങ്ങളെ ബോധിച്ചു. നിങ്ങളുടെ വീട്ടുകാർക്കോ ദേശക്കാർക്കോ ആർക്കും നിങ്ങളെ ബോധിച്ചില്ലെങ്കിലും രാത്രി ഞാൻ ഉറപ്പോടെ പറയാം, എന്റെ കർത്താവിന് നമ്മെ ബോധിച്ചത് കൊണ്ടാണ് അവൻ നമ്മെ വേലയ്ക്ക് വേണ്ടി വിളിച്ചത്. ഇതിന്റെ വേലയ്ക്ക് വേണ്ടി വിളിച്ച ദൈവം വിശ്വസ്തനാകിയാൽ ഏത് പ്രതിസന്ധിക്കകത്തും കൈവിടാതെ കരുതുന്ന ഒരു ദൈവമുണ്ട്. അതുകൊണ്ട് പൗലോസ് ഉറപ്പോടെ ഈ ദരിദ്ര ക്രിസ്ത്യാനികളെ, വിശ്വാസികളെ വിളിക്കുകയാണ് വിശുദ്ധന്മാര്. ആ വിശുദ്ധന്മാർക്ക് ധർമ്മശേഖരം കൊടുക്കണമെന്ന് പൗലോസ് ആജ്ഞാപിച്ച് ഉറപ്പോടെ പറയുക. അങ്ങനെ ധർമ്മശേഖരം കൊടുക്കുവാൻ പൗലോസ് നിയുക്തമായപ്പോൾ പറഞ്ഞ 3 പേരുകളാണ് ഇന്ന് രാത്രി നമ്മൾ വായിച്ചു കേട്ടത്. ഒന്നാമത്തെ പേര് സ്തെഫാനാസും, 2 ഫെർസ്തനാസ്തോസും, 3 അഖയാക്കോസും. ഈ 3 വ്യക്തികൾ വളരെ സുപരിചിതമായ പേരുകളല്ല. ഒരുപാട് പ്രസംഗങ്ങൾ നമ്മൾ ഒരു പക്ഷെങ്കിൽ ഇവരിൽ നിന്ന് കേട്ടിട്ടില്ല. വളരെ ചെറിയ ഒരു ജീവിതം, ഒരു ബാക്ക്ഗ്രൗണ്ട് ഇവർക്കുണ്ട്. അതുമാത്രമാണ് ഇന്ന് രാത്രി ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നത്. ഒരു പക്ഷേ നിങ്ങളിൽ പലരെങ്കിലും, ഒരാളെങ്കിലും, ചിലരെങ്കിലും ഈ വാക്കുകൾ നിങ്ങളുടെ ഹൃദയത്തെ സ്പർശിക്കുവാൻ പരിശുദ്ധാത്മാവ് ഇടയാക്കട്ടെ എന്നുള്ള വലിയ പ്രാർത്ഥനയോടെ ഞാൻ ഈ പ്രിയപ്പെട്ടവരെ നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്തി തരാം. ഇവരെ പറയുന്ന ഈ 3 പേരുടെ പേരുകൾ പൗലോസ് അവിടെ രേഖപ്പെടുത്തിയിട്ട് പറയുന്ന ഒരു കാര്യമുണ്ട്. ഒന്നാമത്തെ കാര്യം പറയുന്നു, അവര് വന്നത് എനിക്ക് സന്തോഷമായി. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ, ഞാൻ മുമ്പ് പറഞ്ഞു, ദൈവത്തിന്, കർത്താവിന് നമ്മെ ബോധിച്ചിട്ട് നമ്മെ തെരഞ്ഞെടുത്തു. ബോധിച്ച് നമ്മെ ദൈവം തെരഞ്ഞെടുത്തെങ്കിൽ നമ്മൾ മറ്റൊരാളെ അരികിൽ ചെല്ലുമ്പോൾ അവർക്ക് സന്തോഷമുണ്ടാകണം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഒരു ചിന്ത ഞാൻ പറയട്ടെ. കർത്താവിന്റെ 3.5 വർഷത്തെ ശുശ്രൂഷ കാലഘട്ടത്തിൽ തന്റെ അരികിൽ വന്നവർ ഒരിക്കലും നിരാശരായി പോയിട്ടില്ല. അങ്ങനെയാണെങ്കിൽ ആ പുണ്യാഹ രക്തം കൊണ്ട് വീണ്ടെടുക്കൽ പ്രാപിച്ച നമ്മളിൽ ദൈവം നൽകിയിരിക്കുന്ന ഏറ്റവും വലിയൊരു അഭിഷേകമുണ്ട്. നമ്മൾ മറ്റുള്ളവർക്ക് ഒരു ആശ്വാസവും ഒരു സന്തോഷവുമായി തീരണം. പ്രൈസ് ദി ലോർഡ്. പക്ഷെങ്കിൽ ഇന്നത്തെ കാലഘട്ടം അങ്ങനെയല്ല കേട്ടോ. നിങ്ങൾക്കെല്ലാം അറിയാവുന്ന കാര്യമാണ്. ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരു ആരാധന കഴിയുമ്പോൾ ഒരു സന്തോഷത്തോടുകൂടി ഒരു ആരാധന കഴിയാൻ
വളരെ പ്രയാസമാ. എല്ലാവർക്കും കരം കൊടുത്ത് എല്ലാവരെയും ഒന്ന് ആശ്ലേഷിച്ച് ഒരാരാധന കഴിഞ്ഞ് ഇറങ്ങുക എന്നുള്ളത് വലിയ പ്രയാസമായ കാര്യമാ. കാരണം അത് ആശയമായ വൈരുദ്ധ്യവും മനോഭാവവും ഒക്കെ മാറിയത് കൊണ്ട് മറ്റൊരാളെ സന്തോഷിപ്പിക്കുവാൻ പല ദൈവദാസന്മാർക്കും സാധിക്കുന്നില്ല. ഞാനിവിടെ വന്നിരുന്നപ്പോൾ മുതൽ, ഞാൻ ഓൺലൈനിൽ കയറി അന്നേരം മുതൽ ശ്രദ്ധിച്ചൊരു കാര്യമുണ്ട്. അഭിഷിക്ത ദൈവദാസൻ പ്രിയ ഷാജി പാസ് സംസാരിച്ചപ്പോഴൊക്കെ അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്. അഭിഷക്ത ദൈവദാസി, അഭിഷക്ത ദൈവദാസൻ. ഹല്ലേലൂയ. എന്തുകൊണ്ടോ അദ്ദേഹം അങ്ങനെയാണ് യൂസ് ചെയ്യുക, ആ പദങ്ങളാണ് ഉപയോഗിച്ചത്. എന്ന് പറഞ്ഞാൽ ദൈവം അഭിഷേകം ചെയ്ത തന്നെക്കാൾ ശ്രേഷ്ഠരെന്ന് മറ്റൊരാളെ കണ്ട് അഭിവന്ദനം ചെയ്യുന്ന അഭിഷേകമുള്ളവർ താരതമ്യേനെ നമ്മുടെ ഇടയിൽ കുറവ് സംഭവിച്ചത് കൊണ്ട് എന്താ പ്രശ്നം? എന്താണ്? മറ്റൊരാൾക്ക് നമുക്ക് സന്തോഷം കൊടുക്കുവാൻ കഴിയുന്നില്ല. ഇവരെക്കുറിച്ച് അധികം വലിയ കാര്യമൊന്നും പൗലോസ് പറഞ്ഞില്ല. പൗലോസ് പറഞ്ഞതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അവർ വന്നത് എനിക്ക് സന്തോഷമായി. ഇത് രാത്രി കേൾക്കുന്ന പ്രിയപ്പെട്ട ദൈവദാസ്യദാസന്മാരെ, നമ്മൾ മറ്റൊരാൾക്ക് സന്തോഷം കൊടുക്കുന്നവരാണോ? നമ്മളെ കാണുന്നവർക്ക് സന്തോഷം കൊടുക്കുവാൻ കഴിയുമോ? ദുഃഖം കൊടുക്കാൻ എളുപ്പമല്ലേ? ഒരൊറ്റ വാക്ക് മതി. ഒരൊറ്റ വാക്കുകൊണ്ട് അനേകർക്ക് നമുക്ക് ദുഃഖം കൊടുക്കാൻ കഴിയും. പക്ഷെ ഇന്ന് രാത്രി ഞാൻ വളരെ ആത്മാർത്ഥമായി പരിശുദ്ധാത്മാവിൽ നിന്നോട് പറയുന്നു, നമ്മൾ മറ്റൊരാൾക്ക് സന്തോഷമാകണം. സന്തോഷമായേ പറ്റൂ. ഹല്ലേലൂയ. ഒരു കഥ ഞാൻ കേട്ടിട്ടുണ്ട്. ഒരു വാർദ്ധക്യം ബാധിച്ച ഒരു മനുഷ്യൻ, ഒരു വൃദ്ധനായ മനുഷ്യൻ, അദ്ദേഹത്തിന്റെ തൊഴില്, അദ്ദേഹം സൈക്കിളിൽ പൂക്കൾ വിൽക്കുന്ന പണിയായിരുന്നു. രാവിലെ അതിവെളുപ്പിനെ അദ്ദേഹം സൈക്കിളും എടുത്ത് അതിന്റെ ഫ്രണ്ടിലും ബാക്കിലും ഒക്കെ ബാഗിൽ ധാരാളം റോസപ്പൂക്കളുമായി, ധാരാളം വിവിധ കളറിലുള്ള വിവിധ വെറൈറ്റി പൂക്കളുമായിട്ട് തെരുവോരങ്ങളിലേക്ക് പോകും, ഗ്രാമങ്ങളിലേക്ക് ഇറങ്ങും. അദ്ദേഹം ഈ പൂക്കൾ വിൽക്കും. ധാരാളം ആളുകൾ എല്ലാ ദിവസവും അദ്ദേഹത്തിന് ഇന്ന് പൂ വാങ്ങാറുണ്ട്. എന്നാൽ ചില പൂവുകൾ ഈ വെയിലിന്റെ ചൂട് കൊണ്ടൊക്കെ വാടും. അത് ആരും വാങ്ങാറില്ല. അങ്ങനെ എല്ലാ ദിവസവും അദ്ദേഹത്തിന്റെ കയ്യിൽ കുറച്ച് പൂക്കൾ എന്ത് ചെയ്യും? വാടിയതും കളറ് പോയതും ക്ഷീണിച്ചതുമായ കുറെ പൂക്കൾ അവശേഷിക്കും. ഈ മനുഷ്യൻ ഇത് വഴിയിൽ കളയത്തില്ല. ഈ മനുഷ്യൻ, ഈ വൃദ്ധൻ ഈ പൂക്കളുമായിട്ട് തിരിച്ചു പോകും. അങ്ങനെ പോകുന്ന വഴിയിൽ ഒരു കൊച്ചു പെൺകുട്ടി ഈ പിതാവിനോട് ചോദിച്ചു, അപ്പച്ചൻ എന്തിനാണ് ഈ വാടിയ പൂ, ഈ നിറം മങ്ങിയ പൂവുമായിട്ട് വീണ്ടും തിരിച്ച് വീട്ടിലേക്ക് പോണത്? അത് കളഞ്ഞൂടെ എന്ന് ചോദിച്ചു. അപ്പോൾ ആ പിതാവ് ചിരിച്ചുകൊണ്ട് അവളോട് ഇങ്ങനെ മറുപടി പറഞ്ഞു, മോളെ, ഞാൻ വിറ്റ മനോഹരമായ പൂക്കളെക്കാൾ എനിക്കേറെ പ്രയോജനം തരുന്നത് ഈ ഉണങ്ങിയ വാടിയ പുഷ്പങ്ങളാ. കാരണം ഇതിനകത്ത് സീഡുണ്ട്. ഇത് 2 ദിവസം കഴിയുമ്പോൾ നന്നായിട്ട് ഉണങ്ങും. നന്നായിട്ട് ഉണങ്ങി കഴിയുമ്പോൾ ഇതിന്റെ വിത്ത് ഞാൻ പാകും. ഈ വിത്തുകൾ ചില ദിവസങ്ങൾ കഴിയുമ്പോൾ കിളിർക്കും. ആ കിളിർക്കുന്ന തൈയിൽ ധാരാളം പൂക്കൾ ഉണ്ടാകും. ഞാൻ കൊടുത്ത മനോഹരമായ പൂക്കളെക്കാൾ എനിക്ക് ലാഭം തരുന്നത് ഈ വാടിയ പൂവാണ്. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, ചില സാഹചര്യങ്ങൾ കൊണ്ട് ശുശ്രൂഷയിൽ മന്ദീഭവിച്ചു പോയവര്, വാടിപ്പോയവര്, അല്പമൊന്ന് പുറകിലേക്ക് ഇറങ്ങിപ്പോയവരെ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് നിങ്ങളെ ബലപ്പെടുത്തുകയാ. അല്പമൊന്ന് വാടിയത് കൊണ്ട്, ഒന്ന് നിറം മങ്ങിയത് കൊണ്ട്, ചിലപ്പോൾ ഒന്ന് ക്ഷീണിച്ചത് കൊണ്ട് നീ പിറകിലോട്ട് പോകണ്ട. നിന്നിലൂടെ ചിലത് പുറത്തു വരുവാനുണ്ടെന്ന് ഉറപ്പോടെ ദൈവം ഉറപ്പിച്ചു പറയുകയാണ്. അതുകൊണ്ട് ആ മനുഷ്യൻ പറഞ്ഞു, വാടിയത് കൊണ്ട് ഉപേക്ഷിക്കാൻ പറ്റത്തില്ല. കൊടുത്ത മനോഹരമായ പുഷ്പത്തെക്കാൾ അധികം പ്രയോജനം, അധികം ലാഭം ഉണ്ടാക്കി തരുന്നത് ഈ വാടിയ പൂവാണ്. അങ്ങനെയാണെങ്കിൽ ഞാൻ പറയട്ടെ, നമ്മൾ മറ്റൊരാൾക്ക്, വാടിപ്പോയ ഒരാൾക്ക്, ക്ഷീണിച്ചു പോയ ഒരു വ്യക്തിക്ക്, നമ്മുടെ കൂട്ടു സഹോദരന്, നമ്മുടെ ദൈവസഭയിലുള്ളവർക്ക്, നമ്മുടെ ഗ്രൂപ്പിലുള്ളവർക്ക് നാം ഒരു സന്തോഷം കൊടുക്കുന്നവരായി തീരണം. പ്രൈസ് ദി ലോർഡ്. ഞാൻ ഇന്ന് വളരെ സംഭവമായി നിങ്ങളോട് പറയാം, നമ്മുടെ ആത്യന്തികമായ ലക്ഷ്യം മറ്റൊരാളെ സന്തോഷത്തിലേക്ക് കൈപിടിച്ചുയർത്തുക എന്നുള്ളതാണ്. കർത്താവ് അങ്ങനെ തന്നെയാണ് ചെയ്തത്. തന്റെ അരികിൽ വന്നവർക്കെല്ലാം സന്തോഷം കൊടുത്തെങ്കിൽ, ഇവിടെ പൗലോസ് പറയാണ്, സ്തെഫാനോസും ഫർത്തിനാസോസും ആഖ്യാക്കോസും വന്നത് എനിക്ക് സന്തോഷമായി. കാരാഗ്രഹത്തിന്റെ ഉള്ളറകൾ, തന്നെ പീഡിപ്പിക്കുന്ന അനേക ഹിംസജീവികൾ തനിക്കെതിരായി തന്റെ സുവിശേഷ ഘോഷണത്തിന് വിരോധമായി വെല്ലുവിളി ഉയർത്തുമ്പോൾ ചിലരുടെ സന്ദർശനം സന്തോഷമായി തീരട്ടെ. 2026 നമുക്കിതൊരു ആപ്തവാക്യമായി എടുക്കാം. എന്റെ സന്ദർശനം, എന്റെ പ്രാർത്ഥന,
ഞാൻ കൈ നീട്ടുന്ന ഒരു വ്യക്തിക്ക് ഞാൻ കൈ കൊടുക്കുമ്പോൾ, ഞാൻ സംസാരിക്കുമ്പോൾ, ഞാൻ സുവിശേഷം പറയുമ്പോൾ, ഞാൻ അവരുമായി ഇടപെടുമ്പോൾ, ഞാൻ അവരുടെ വീട് സന്ദർശിക്കുമ്പോൾ ആ വീടിനകത്ത് സന്തോഷം മടങ്ങി വരണം. സന്തോഷം മടങ്ങി വരണം. അവരുടെ കഷ്ടത മാറണം, അവരുടെ ദുഃഖം മാറണം, അവരെ സന്തോഷം ഉടിപ്പിക്കുന്ന ഒരു അഭിഷേകം. പ്രൈസ് ദി ലോർഡ്. 10,000 സ്റ്റേജിലേക്ക് കയറുകയല്ല, അതിനപ്പുറത്തേക്ക്, അതിലും വലുത് നമ്മുടെ കൂട്ടു സഹോദരനെ സന്തോഷം മുടിപ്പിക്കുവാൻ നമുക്ക് കഴിയുമെങ്കിൽ പൗലോസ് പറയുകയാണ്, ഈ സഹോദരന്മാര് എനിക്ക് സന്തോഷം നൽകി. പ്രൈസ് ദി ലോർഡ്. പൗലോസിന് അങ്ങനെ പറയാമെങ്കിൽ കർത്താവ് ബോധിച്ച് തെരഞ്ഞെടുത്ത നമുക്കും ദൈവം നൽകിയിരിക്കുന്ന ഒരു കൃപാവരമാണ് മറ്റൊരാളെ സന്തോഷിപ്പിക്കുക എന്നുള്ളത്. ഹല്ലേലൂയ. ഇപ്പോൾ പ്രിയ ദേവദാസൻ അദ്ദേഹത്തിന്റെ ആമുഖ പ്രസംഗത്തിൽ ഇങ്ങനെ പറഞ്ഞു, അനേകരെ സുവിശേഷ വേലയിലേക്ക് കരം പിടിച്ചുയർത്തുവാൻ ചില ദിവസങ്ങൾ ഞാൻ കഷ്ടപ്പെട്ടു, ഉറക്കളച്ചു, പട്ടിണി കിടന്നു, വെള്ളം പോലെ കുടിക്കുവാൻ പണമില്ലാഞ്ഞിട്ടല്ല, സാഹചര്യങ്ങൾ അതിനുവേണ്ടി ചെലവാക്കാൻ സമയമില്ലാതെ ഓടി നടന്നതിന്റെ സന്തോഷം താൻ ചില വാക്കുകൾ കൊണ്ട് പ്രകടിപ്പിച്ചു. കാരണം അതാണ് തന്നിൽ ഏൽപ്പിച്ചിരിക്കുന്ന ശുശ്രൂഷ. ഇതാണ് ഒരു ദൈവ പൈതലിന്റെ ആത്യന്തികമായ ലക്ഷ്യം, മറ്റൊരാളെ സന്തോഷം ഉടിപ്പിക്കുക. ആ ചുരുങ്ങിയ പദം, ആ ചെറിയ പദം മാത്രം നാം ചിന്തിച്ചാൽ മതി. ഇന്ന് രാത്രി ഞാൻ പറയുന്നു, നാം മറ്റൊരാൾക്ക് സന്തോഷമാകാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ, ഈ രാത്രിയിലെ കൺവെൻഷൻ അവസാനിക്കുമ്പോൾ ഒരു തീരുമാനം നമുക്ക് എടുക്കണം. കർത്താവേ, എൻ്റെ എല്ലാ ഇടപാടുകളും, എൻ്റെ എല്ലാ സന്ദർശനങ്ങളും, എൻ്റെ എല്ലാ പ്രബോധനങ്ങളും, എൻ്റെ എല്ലാ ശുശ്രൂഷയും മറ്റൊരാൾക്ക് വലിയ സന്തോഷമാകണം. വിളിച്ച് എന്നോട് സംസാരിക്കുമ്പോൾ വലിയ സന്തോഷമുണ്ടായി. എന്തുകൊണ്ടോ ഇന്ന് രാത്രി ഞാനത് ഉറപ്പിച്ചു പറയാണ്, ചിലർക്ക് നമ്മുടെ പ്രവർത്തനങ്ങൾ, നമ്മുടെ കഷ്ടതകൾ നാം ഉറക്കളയ്ക്കുന്നത് ചിലർക്ക് സന്തോഷമാകുന്നുണ്ടെങ്കിൽ അതിൽ പരം ഗുണം വേറെ ഒന്നുമില്ല. സ്തോത്രം. അപ്പോൾ പൗലോസ് എഴുതി വെച്ചിരിക്കുകയാണ്, ഈ സഹോദരന്മാർ എന്നെ സന്ദർശിച്ചത് എനിക്ക് സന്തോഷമായി. പല സന്ദർശനങ്ങളും കഴിയുമ്പോൾ അടിയാലാ തീരുന്നത്, പല സന്ദർശനങ്ങളും കഴിയുമ്പോൾ വാഗ്വാദത്തിലാ തീരുന്നത്, പല സന്ദർശനങ്ങളും കഴിയുമ്പോൾ കേസിലാ തീരുന്നത്. ഹല്ലേലൂയ. ഇറങ്ങി നിൽക്കാൻ കഴിയാത്തതുപോലെ പ്രശ്ന സങ്കീർണമായ സന്ദർശനങ്ങളാണ് ഈ കാലഘട്ടത്തിൽ നടക്കുമ്പോൾ അഭിഷേകം പ്രാപിച്ചവന്റെ സന്ദർശനം മറ്റൊരാളെ സന്തോഷമായി വിജയമായി തീരട്ടെന്ന് ഞാൻ നിങ്ങളെ ആശംസിക്കുകയാണ്. രണ്ടാമത്തെ കാര്യം അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു, അവരെന്ത് ചെയ്തു? എന്റെ ഭാഗത്ത് കുറവായിരുന്നത് എന്ത് ചെയ്തു? നികത്തി. കുറവ് നികത്തുക, ഇത് വലിയ പാടാ അല്ലെ ഷാജി പാസ്റ്ററെ? കുറവ് പറഞ്ഞു നടക്കാനാണെങ്കിൽ എല്ലാവരും ഒത്തിരി പേര് കാണും. ശരിയല്ലേ ഞാൻ പറഞ്ഞത്? നമ്മൾ മറ്റൊരാളുടെ കുറവുകൾ പറയുന്ന കാര്യത്തിൽ ഇപ്പൊ സോഷ്യൽ മീഡിയ ഒക്കെ ആക്റ്റീവ് ആയതുകൊണ്ട് ജനിച്ചു വീഴുന്ന കുഞ്ഞുങ്ങളുടെ പേരെങ്കിലും ആൻഡ്രോയിഡ് ഫോണാണ് അല്ലേ? ഈ ഇന്റർനെറ്റ് യുഗത്തിൽ കുറവുകൾ നിരത്താൻ അധികം സമയമൊന്നും വേണ്ട. എത്രയോ വേഗത്തിലാണ് കുറവുകൾ തീയമ്പ് പോലെ പാഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നത്. കാറ്റിനേക്കാൾ, പ്രകാശത്തെക്കാൾ വേഗത്തിൽ ഒരാളുടെ കുറവുകൾ മറ്റൊരാളിലേക്ക് സ്പ്രെഡ് ചെയ്യുന്നത് വളരെ വേഗത്തിലാണ്. പക്ഷെങ്കിൽ സ്റ്റെഫാനോസിനെയും അഖിയാക്കോസിനെ കുറിച്ചൊക്കെ പൗലോസ് പറഞ്ഞറിയോ, അവര് കുറവ് പറഞ്ഞു നടന്നതല്ല, എന്റെ കുറവ് തീർത്തു. ഹല്ലേലൂയ. സ്തോത്രം. ഞാൻ പറയുന്നത് ഒരു പ്രാക്ടിക്കൽ ക്രിസ്ത്യൻ എത്തിക്സ് ആണ്. പ്രാക്ടിക്കൽ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരേണ്ട ഒരു സ്വഭാവ ഗുണം, കുറവുകൾ തീർക്കാൻ കഴിയണം. നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പ്രിയ ഉമ്മൻചാണ്ടി സാറ്, അദ്ദേഹം മരിച്ചു. അദ്ദേഹം മുഖ്യമന്ത്രി ആയിരുന്ന കാലഘട്ടത്തിൽ നടത്തിയ ഒരു പ്രത്യേക പ്രോഗ്രാം ഉണ്ട്, ഷാജി പാസ്റ്റർക്ക് അറിയാം, ജനസമ്പർക്ക പരിപാടി എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം ജില്ലകൾ തോറും ചെയ്തിട്ടുണ്ടല്ലേ? സഹോദരന്മാരൊക്കെ മനസ്സിലായിട്ടുണ്ട്. അങ്ങനെ മലപ്പുറത്ത് അദ്ദേഹം ഒരു പ്രോഗ്രാം ചെയ്തു, ജനസമ്പർക്ക പരിപാടി. അതിന്റെ ആത്യന്തികമായ ലക്ഷ്യം ഈ ചുവന്നാടയിൽ കുടുങ്ങി പരിഹരിക്കാതെ കിടക്കുന്ന വസ്തു സംബന്ധമായതോ അങ്ങനെ ഏതെങ്കിലും ഒരു പ്രശ്നം നമ്മൾ അവിടുത്തെ സ്ഥലത്തെ MLA കൊണ്ടും അല്ലെങ്കിൽ അവിടുത്തെ പഞ്ചായത്ത് മെമ്പറേയും കൊണ്ടൊക്കെ ഒപ്പിടിച്ച് നമ്മൾ കൊണ്ടുവന്ന് മുഖ്യമന്ത്രിയിലേക്ക് കൊടുത്താൽ അവിടെ വെച്ച് തന്നെ അദ്ദേഹം എന്ത് ചെയ്യും? ആ പ്രശ്നം പരിഹരിക്കും. അതാണ് ജനസമ്പർക്ക പരിപാടിയിൽ അദ്ദേഹം ഉദ്ദേശിച്ചത്.
അങ്ങനെ മലപ്പുറത്ത് അദ്ദേഹം ഈ പ്രോഗ്രാം ക്രമീകരിച്ച ഒരു വലിയ ഗ്രൗണ്ടിൽ വലിയ പന്തലൊക്കെ ഇട്ട് വലിയ സ്റ്റേജിലേക്ക് ഉമ്മൻചാണ്ടി സാറിന് കയറി വരുവാൻ ഒരു ചെറിയ പവലിൽ ഇങ്ങനെ പടന്നു വെച്ചിട്ടുണ്ട് സൈഡിൽ കൂടെ. അദ്ദേഹം കാറിൽ നിന്നിറങ്ങി അങ്ങനെ രക്ഷകരുക്കുമായിട്ട് പതിയെ ഇങ്ങനെ നടന്നു പോകുമ്പോൾ, അദ്ദേഹം വലിയ ശാന്തരായ ഒരു മനുഷ്യനാണ്, വലിയ പതുക്കെയാണ് നടന്നു പോകുന്നത്. നടന്നിങ്ങനെ പോകുമ്പോൾ ഓഡിയൻസിന്റെ ഇടയിൽ നിന്ന് ഒരു 7-8 വയസ്സ് പ്രായമുള്ള ഒരു കൊച്ചുകുട്ടി ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, ഉമ്മൻചാണ്ടി സാറേ, എന്റെ കൂട്ടുകാരിക്കൊരു വീട് വേണമെന്ന്. ഒരു കൊച്ചു പയ്യൻ വിളിച്ചു പറയാ, ഉമ്മൻചാണ്ടി സാറേ, എന്റെ കൂട്ടുകാരിക്ക് ഒരു വീട് വേണം. ഭാഗ്യം നോക്കണം, അദ്ദേഹം അത് കേട്ടു. ആ കേട്ട മാത്രയിൽ തന്നെ അവിടെ നിന്ന് ആൾക്കാരെ വിളിച്ചിട്ട് ആ പയ്യനെ വിളിച്ച് സ്റ്റേജിൽ കൊണ്ടുവന്നു. സ്റ്റേജിൽ കൊണ്ടുവന്ന് കാര്യം ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞു, അവന്റെ കൂടെ പഠിക്കുന്ന ഒരു കൊച്ചുകുട്ടിയെ, 7-8 വയസ്സ് പ്രായമുള്ള ഒരു ആൺകുട്ടി, അവന്റെ കൂടെ പഠിക്കുന്ന ഒരു കൂട്ടുകാരിക്ക് വീടില്ല, അവൾക്കൊരു വീട് വേണം. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, അതിന്റെ റിസൾട്ട് പറയട്ടെ. അവിടെ വെച്ച് തന്നെ ആ പെൺകുട്ടി ആരാണെന്ന് കണ്ടുപിടിച്ചിട്ട് അവിടെ വെച്ച് തന്നെ ഉമ്മൻചാണ്ടി സാറ് ഒരു നിവേദനത്തിൽ ഒപ്പുവെച്ചിട്ട് ജില്ലാ കളക്ടറിൽ കൊടുത്തിട്ട് പറഞ്ഞു, വിത്തിൻ മണിക്കൂറുകൾ എന്ന് പറഞ്ഞാൽ ചില ദിവസങ്ങൾ, കൺസെഷൻ ഉള്ള ദിവസങ്ങൾ മാത്രം എടുത്ത് ആ പെൺകുട്ടി ഒരു വീട് വെച്ചു കൊടുക്കണം. ഇതിന്റെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലായി കാണും. ഒറ്റ വാക്ക്, ആയിരക്കണക്കിന് ആളുകൾ നിവേദ്യവും പിടിച്ചുകൊണ്ട് ഈ മെമ്മോറാണ്ടം പിടിച്ചുകൊണ്ട് അവരുടെ അപേക്ഷയും പിടിച്ചുകൊണ്ട് മണിക്കൂറുകൾ ആ ഓഡിറ്റോറിയത്തിനകത്ത് നിന്നിട്ടും അവരുടെ കാര്യങ്ങൾ പരിഹരിക്കുന്നതിന് മുമ്പ് ഒരു കൊച്ചുകുട്ടിയുടെ ശബ്ദം കേവലം ഒരു മനുഷ്യൻ തിരിച്ചറിഞ്ഞെങ്കിൽ അവന്റെ രക്തം കൊണ്ട് വീണ്ടെടുക്കപ്പെട്ട ദൈവപൈതലേ, നിന്റെ ഞരക്കം പോലും സ്വർഗം ഇന്ന് രാത്രി തിരിച്ചറിയും. നീ പറയണ്ട, നീ ഒന്ന് ഞരങ്ങിയാൽ നിന്റെ ഭാരം എന്താണെന്ന്, നീ അനുഭവിക്കുന്ന കഷ്ടത എന്താണെന്ന്, നിന്നെ തളർത്തിക്കൊണ്ടിരിക്കുന്ന വിഷയം എന്താണെന്ന്, നിന്നെ ഭയപ്പെടുത്തുന്ന പ്രതിസന്ധി എന്താണെന്ന് സ്വർഗം അറിയും. ഞാൻ ഇന്ന് രാത്രി ഉറപ്പോടെ പറയുന്നു, അല്ലെങ്കിൽ കുറവുകൾ തീർക്കുന്ന ദൈവമാണ് എന്റെ ദൈവം. കുറവ് വരുത്തുന്ന ദൈവത്തെ അല്ല നമ്മൾ സേവിക്കുന്നത്, കുറവുകൾ തീർക്കുന്ന ദൈവമാണ്. കേവലം ഒരു പൈതലിന്റെ വാക്കിന് ഒരു മനുഷ്യൻ, ഒരു സർക്കാർ ഒരു വേഗത്തിലെ ഒരു സെക്കൻഡുകൾക്കുള്ളിൽ മറുപടി കൊടുത്തെങ്കിൽ സ്വർഗത്തെയും ഭൂമിയെയും സർവചരാചരങ്ങളെയും സൃഷ്ടിച്ച ഉടയവനും കർത്താവുമായിട്ട് നമ്മുടെ രക്ഷിതാവ് നമ്മുടെ വിഷയങ്ങളെ മറക്കത്തില്ലെന്ന് ഇന്ന് രാത്രി ഞാൻ പറയുകയാണ്. ഇത്ര പേർക്ക് ഉറപ്പുണ്ട്. ഇവിടെ പൗലോസ് പറയുന്നു, അവര് ഞങ്ങളുടെ ഭാഗത്ത് കുറവായിരുന്നത് തീർത്തിട്ടാ പോയത്. എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ മനുഷ്യനത് പുറത്ത് കാണിക്കും, മനുഷ്യനത് പറഞ്ഞു നടക്കും. പക്ഷെ എന്റെ ദൈവം അങ്ങനെ ചെയ്യത്തില്ല. നിന്റെ കുറവുകളെ അവൻ പരിഹരിക്കുന്ന ദൈവമാണ്. ഇന്ന് രാത്രി നീ ഉറപ്പോടെ വിശ്വസിക്ക്. ഏത് വലിയ കുറവാണെങ്കിലും, ഏത് വലിയ സാഹചര്യമാണെങ്കിലും, പരിഹരിക്കാൻ കഴിയാത്ത ഏത് വിഷയമാണെങ്കിലും സ്വർഗം ഇന്ന് രാത്രി സ്പർശിക്കും. ദൈവം അത് തൊടുവാൻ അവൻ ശക്തനായ ദൈവമാ. മലപ്പുറത്ത് നടന്ന ഈ സംഭവം ഒരു കൊച്ചുകുട്ടിയുടെ വായിൽ നിന്ന് വീണ ചെറിയൊരു വാക്ക് പിൽക്കാലത്തെ ചില ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ഒരു വീടായി മാറിയെങ്കിൽ ഇന്ന് രാത്രി ഈ ഓൺലൈൻ കൺവെൻഷനിൽ ഇരുന്നു കൊണ്ട് കർത്താവിനെ സ്തുതിക്കുന്ന നിറകണ്ണുകളോടെ ഈ ദൂതിന് ആമേൻ പറയുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ പ്രശ്നങ്ങളിൽ എനിക്കറിയത്തില്ല, എന്നോട് കൂടെ ഇരിക്കുന്നവർക്ക് അറിയത്തില്ലായിരിക്കും, പക്ഷേ അല്ലെങ്കിൽ അറിയുന്ന ഒരു സ്വർഗമുണ്ട്. ഇന്ന് രാത്രി നിന്റെ കണ്ണുനീര് പൊഴിഞ്ഞു വീണത് എന്തിന്റെ പേരിലാണെന്ന് അറിയുന്ന ദൈവം തന്റെ തുരുത്തി അളന്ന് മറുപടി തരുവാൻ അവൻ ശക്തനാണ്. വിശ്വസിക്ക്, സ്വർഗം അത് ചെയ്യാൻ പോകുകയാണ് നമുക്ക് വേണ്ടി. ആ ദൈവത്തെയാണ് ഞാൻ നിങ്ങൾ സേവിക്കുന്നത്. പൗലോസ് പറയുന്നു, ഇവര് വന്നപ്പോൾ എന്തൊക്കെയോ കുറവുകൾ കണ്ടു, പക്ഷെ അത് പറഞ്ഞു പരത്തിയില്ല, അത് പരിഹരിച്ചു, അത് നികത്തി തന്നു. ദൈവപൈതലേ, എന്റെയും നിന്റെയും ജീവിതത്തിൽ ഇന്നു മുതൽ നാം ഒരു തീരുമാനത്തിലേക്ക് വരികയാ. മറ്റൊരാളുടെ ജീവിതത്തിലെ കുറവുകളെ നികത്താൻ കഴിയുന്നിടത്തോളം, പരിഹരിക്കാൻ കഴിയുന്നിടത്തോളം, ആശ്വസിപ്പിക്കാൻ കഴിയുന്നിടത്തോളം അതും ഒരു മിനിസ്ട്രിയാക്കി നിങ്ങൾ എടുക്കണം. അതും ഒരു കൃപാവരമായി ഉൾക്കൊള്ളണം. മറ്റൊരാളുടെ ജീവിതത്തിലെ കുറവുകൾ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യരുത്? പറഞ്ഞു നടക്കരുത്. എന്ത് ചെയ്യണം? നികത്തണം. ആമേൻ, ഹല്ലേലൂയ. നിങ്ങൾ ആമേൻ പറഞ്ഞെന്ന് ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുക. അങ്ങനെ തന്നെ ദൈവം അത് ചെയ്യട്ടെ. മറ്റൊരാളുടെ കുറവുകൾ നികത്തുക. അവസാന വാക്ക് ഇങ്ങനെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്, അവർ എന്റെ മനസ്സും നിങ്ങളുടെ മനസ്സും
തണുപ്പിച്ചുവല്ലോ. എന്റെ മനസ്സ്, ആരാ പറയുന്നത്? പൗലോസാ പറയുന്നത്. പൗലോസ് 21 ലേഖനങ്ങൾ, ഈ പുതിയ നിയമ പുസ്തകത്തിലെ അതിപ്രധാനമായ ലേഖനങ്ങളിലൂടെ ആയിരക്കണക്കിന് ആളുകളുടെ മനസ്സ് തണുപ്പിച്ചു. കൊരിന്ത്യ സഭയിലേക്കുണ്ടായിരുന്ന പ്രശ്നങ്ങൾ ചില്ലറ ചെറിയ പ്രശ്നങ്ങളൊന്നുമല്ല. പക്ഷം ചേർന്ന് സഭ പിരിയാൻ നിൽക്കുക. അപ്പൊല്ലോസിന്റെ പക്ഷത്ത്, പേഫാവിന്റെ പക്ഷത്ത്, അങ്ങനെ അങ്ങനെ പക്ഷം. പിന്നെ ജാതികളിൽ നിന്ന് രക്ഷിക്കപ്പെട്ടവരെ ഉൾക്കൊള്ളാത്ത യഹൂദ ക്രിസ്ത്യാനികൾ, അങ്ങനെ ആയിരക്കണക്കിന് പ്രശ്നങ്ങളെ പരിഹരിച്ച് തണുപ്പിച്ച ഒരു ഭക്തൻ പറയുക, സാധാരണപ്പെട്ട 3 യുവാക്കന്മാര് എന്റെ അരികിൽ വന്നപ്പോൾ അവരെന്റെ മനസ്സ് തണുപ്പിച്ചു. ഒരു പുതിയ അഭിഷേകം കേട്ടോ, മറ്റൊരാളെ ഒന്ന് ശാന്തമാക്കാൻ. അല്ലേ? ഒരു വാക്ക്, ഒരൊറ്റ വാക്ക് ആത്മഹത്യയുടെ മുനമ്പിൽ നിൽക്കുന്നവനെ മോനെ എന്നൊന്ന് വിളിച്ചാൽ ആ ഒരൊറ്റ തിരിഞ്ഞു നോട്ടത്തിൽ അവന്റെ ജീവിതത്തിലെ തീ അണയും. വിഷക്കുപ്പി കയ്യിൽ പിടിച്ചു നിൽക്കുന്നവന്റെ ഫോണിലേക്ക് വിളിച്ചിട്ട് യേശുവിന്റെ നാമത്തിൽ സ്വർഗം നിന്നെ അനുഗ്രഹിക്കട്ടെ എന്നൊരു വാക്ക് പറയുന്നത് അവന്റെ ജീവിതത്തിലെ തീ അണയ്ക്കുക. ഞാനിത് വെറുതെ പറയല്ല, ജീവിതത്തിന്റെ അനുഭവം കൊണ്ട് പറയുന്ന. ചില വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങൾ അത് അനുഭവിച്ചിട്ടുണ്ട്. ആത്മഹത്യക്ക് വേണ്ടി പാലത്തിൽ കയറി നിൽക്കുന്ന ഒരു സഹോദരിയെ എന്റെ ദേവദാസി ഫോൺ വിളിച്ചപ്പോൾ അവൾ പെട്ടെന്ന് ഫോൺ എടുത്ത് സംസാരിച്ചു. കുറെ നേരം സംസാരിച്ചു കഴിഞ്ഞപ്പോൾ അവൾ പറയുകയാണ്, ആന്റി എന്നെ വിളിച്ചില്ലായിരുന്നെങ്കിൽ ഞാൻ ആത്മഹത്യ ചെയ്യാൻ തുടങ്ങുകയായിരുന്നു. എന്തോ ദൈവീയ നിയോഗം കൊണ്ട് അങ്ങനെ ഒന്ന് വിളിക്കണമെന്ന് തോന്നി. ഞാൻ ഈ പറയുന്നത് നിസ്സാരമായൊരു കാര്യമല്ല. നാം കാണുന്ന മുഖമല്ല, പലരുടെയും അകം നെരിപ്പോട് പോലെ കത്തുന്നുണ്ട്. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ പലരുടെയും യാത്രകൾ തിരിച്ചു വരരുതേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ്, അല്ലെ അങ്ങനെ ആഗ്രഹിച്ചുകൊണ്ടാണ് പലരും വാഹനമെടുത്ത് വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത്. പലരും ജോലിക്ക് പോകുമ്പോൾ ഈ വീട്ടിലേക്ക് ഇനി വരാതിരുന്നാൽ കൊള്ളാമായിരുന്നു എന്ന് അകം കത്തുന്ന, നെരിപ്പോട് പോലെ പുകയുന്ന വിഷയങ്ങളുമായിട്ടാണ് ആയിരക്കണക്കിന് ആളുകൾ ദിനം പ്രതി നമ്മുടെ മുമ്പിലൂടെ പോകുന്നത്. അവരുടെ അകത്തേക്ക് ഇറങ്ങിച്ചെന്ന് നമുക്ക് നോക്കാൻ കഴിയത്തില്ല. പക്ഷെങ്കിൽ ഒരു ചെറു പുഞ്ചിരിക്ക് പോലും, നമ്മുടെ ഒരു ചെറിയൊരു ഹായിക്ക് പോലും, ഒന്ന് വിഷ് ചെയ്യുന്നത് പോലും ഒരു പക്ഷെങ്കിൽ അവരുടെ ഹൃദയത്തിന്റെ തീ അണയ്ക്കാൻ സഹായിക്കും. പൗലോസിന്റെ ആ വാക്ക് വളരെ ശക്തമാകട്ടോ. പൗലോസ് പറഞ്ഞത്, അവർ എന്റെ മനസ്സും നിങ്ങളുടെ മനസ്സും തണുപ്പിച്ചുവല്ലോ. തീ കത്തിക്കാൻ നമുക്കറിയാം. ചെറിയൊരു പ്രശ്നം ഉണ്ടെങ്കിൽ അത് എത്രയും പെട്ടെന്ന് കാട് കത്തുന്നത് പോലെ കത്തിക്കാൻ അറിയാം. പക്ഷെ തണുപ്പിക്കാൻ വലിയ പ്രയാസമാണ്. ഇന്ന് രാത്രി പൗലോസ് പറയുന്നു, സ്തെഫാനോസും ഫെർസനാസോസും അഖിയാക്കോസും വന്നത് എന്റെ മനസ്സ് തണുപ്പിച്ചു. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഇന്ന് രാത്രി നമുക്കൊരു തീരുമാനമെടുക്കും. കർത്താവേ, ഹൃദയം കത്തുന്നവരുടെ, കുടുംബജീവിതത്തിൽ കത്തുന്നവരുടെ, മക്കളെ ഓർത്ത് കത്തുന്നവരുടെ, മാനസാന്തരപ്പെടുവാനുള്ള കുടുംബത്തെ ഓർത്ത് കത്തുന്നവരെ, സുവിശേഷം കേൾക്കാതെ നശിച്ചു പോകുന്നവരെ, അവരുടെ ഹൃദയം കത്തുന്നു, അവരുടെ മാനസിക നില തെറ്റുന്നു എന്നറിഞ്ഞിട്ട് അവരെ തണുപ്പിക്കുന്ന ഒരു അഭിഷേകം കർത്താവ് എനിക്ക് തരണമെന്ന് ഇന്ന് രാത്രി നമുക്ക് പ്രാർത്ഥിക്കാൻ കഴിയുമോ? ഞാൻ എന്റെ വാക്കിലൂടെ അവസാനിപ്പിക്കുക. എനിക്ക് ലഭിച്ച സമയം അടുത്തു. ഞാൻ എന്റെ വാക്ക് ഉപസംഹരിക്കട്ടെ. ഞാൻ മുമ്പ് പറഞ്ഞ ഭാഗത്തിലേക്ക് വരാം. ബോധിച്ചിട്ട് കർത്താവ് നിന്നെ വിളിച്ചു.